ഗൂഗിൾ ഇന്ന് കേരളത്തിലെ പല ക്യാമ്പസുകളിലും വിദ്യാർത്ഥി പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഈ ദിനം ആചരിച്ചുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കാസർഗോഡ് ചില ക്യാമ്പസുകളിൽ സംഘർഷമുണ്ടായതായും കേൾക്കുന്നുണ്ടല്ലോ ഗൂഗിൾ. തീർച്ചയായും ഇന്ന് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ മുഴുവൻ ജില്ലകളിലും ABVPയുടെ നേതൃത്വത്തിൽ ഇന്ന് വിഭജന ഭീതി ദിനം ആചരിച്ചു. നമുക്കറിയാം, കേരളത്തിൻ്റെ ഗവർണർ, യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ കൂടിയായിട്ടുള്ള കേരളത്തിൻ്റെ ഗവർണർ ഇത്തരത്തിലൊരു ആശയം മുന്നോട്ട് വെച്ച സമയത്ത് ഈ രാഷ്ട്രത്തിൻ്റെ ഐക്യത്തെപ്പറ്റി പുതുതലമുറയ്ക്ക് ഒരു സന്ദേശം പകരാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു ആശയം മുന്നോട്ട് വെച്ച സമയത്ത് അതിനെ പൂർണ്ണമായിട്ടും എതിർത്തുകൊണ്ട് പ്രീണന രാഷ്ട്രീയം കളിക്കുകയാണ് ഇവിടുത്തെ ഇരു മുന്നണികളും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഈ ഒരു നിർദ്ദേശം, ഈ ഒരു ആശയം ഏറ്റെടുത്തുകൊണ്ട് മുഴുവൻ ജില്ലകളിലും, കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മുഴുവൻ ക്യാമ്പസുകളിലും മുഴുവൻ ജില്ലകളിലും ഇത്തരത്തിൽ ഈ വിഭജന ഭീതി ദിനം ആചരിക്കാൻ വേണ്ടി ABVP തീരുമാനിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ഏതൊക്കെ ക്യാമ്പസുകളിലാണോ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് ആ ക്യാമ്പസുകളിലെല്ലാം ആ പരിപാടി തടയാൻ SFI രംഗത്തുണ്ടാവുമെന്നുള്ള വലിയൊരു ഭീഷണിയാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം മുഴക്കിയത്. നമുക്കെല്ലാവർക്കും അറിയാം, സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും പറയുന്ന സംഘടനയാണ് SFI. ഇന്ന് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇവ മൂന്നുമില്ല എന്ന് നമ്മൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. കേരളത്തിലെ പൊതു അന്തരീക്ഷത്തിൽ ഈ മൂന്ന് ജനാധിപത്യവും സോഷ്യലിസവും സ്വാതന്ത്ര്യവും ഇല്ല. കേവലം SFIയുടെ കൊടിയിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് ഈ മൂന്ന് വാക്യങ്ങളുമെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. ഇന്ന് കോഴിക്കോട് ലോ കോളേജിൽ നടന്ന പരിപാടിക്ക് ശേഷം അവിടേക്ക് എന്തിനാണ് പ്രതിഷേധിക്കുന്നതെന്ന് അറിയാത്ത ഒരു കൂട്ടം വിദ്യാർത്ഥികൾ, SFIയുടെ വിദ്യാർത്ഥികൾ കടന്നു വരികയാണ്. ഏത് ഉദ്ദേശത്തിലാണോ ABVP ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്, ഏത് ഉദ്ദേശത്തിലാണോ ദേശീയ പ്രസ്ഥാനങ്ങൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്, അതിനെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ലാത്ത ഒരു പ്രതിഷേധമാണ് ഇന്ന് കോഴിക്കോട് ലോ കോളേജിലും അതേപോലെ തന്നെ കാസർഗോഡും കണ്ടത്. കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ ABVPയുടെ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഈ പരിപാടി നടക്കുന്ന സമയത്ത് അവിടെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി SFI എത്തിയില്ല. പക്ഷേ അതിനുശേഷം, പരിപാടി കഴിഞ്ഞതിന് ശേഷം നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ചിരുന്ന പോസ്റ്റർ വലിച്ചു കീറുകയും ABVPയുടെ യൂണിറ്റ് സെക്രട്ടറി നേരെ ആക്രമണം അഴിച്ചു വിടുന്ന കാഴ്ചയാണ് ഇന്ന് കാണാൻ വേണ്ടി സാധിച്ചത്. അത്തരത്തിൽ ഈ ഒരു പരിപാടിയുടെ ലക്ഷ്യത്തെ പോലും കൃത്യമായി മനസ്സിലാക്കാതെ പ്രീണന രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ, അതോടൊപ്പം തന്നെ MSF ഉൾപ്പെടെയുള്ള UDSF എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി മുന്നണി, അവരും ശക്തമായ പ്രതിഷേധമായിട്ട് മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് ഇന്ന് കാണാൻ വേണ്ടി സാധിച്ചത്. നമുക്കറിയാം, ഈ രാഷ്ട്രത്തിൻ്റെ ഐക്യം പുതുതലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കാനും വിഭജന കാലഘട്ടത്തിലെ യാതനകൾ, വേദനകൾ, മഹാത്മാഗാന്ധിജി അദ്ദേഹത്തിൻ്റെ വേദനകൾ, അദ്ദേഹത്തിന് മനസ്സിലുണ്ടായ വിഷമതകൾ എല്ലാം വിദ്യാർത്ഥികൾക്ക് മുമ്പിലേക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഉദ്ദേശത്തിലാണ് ബഹുമാനപ്പെട്ട ഗവർണർ അടക്കം ഈ ആശയം മുന്നോട്ട് വെച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു അവസരം കേരളത്തിലെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കണം, SFIയുടെ ഭീഷണി കൊണ്ട് ആ ഒരു അവസരം നഷ്ടമാകരുത് എന്ന് വ്യക്തമായൊരു നിലപാടെടുത്തുകൊണ്ടാണ് ABVP ഇത്തരത്തിൽ ഈ പരിപാടി ഏറ്റെടുത്ത് ഇന്ന് കേരളത്തിലെ ക്യാമ്പസുകളിൽ സംഘടിപ്പിച്ചത്.